ശ്രീ രാജു പിന്നാർ, കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലേക്ക് എങ്ങനെ BJP കടന്നു കയറുന്നു എന്നുള്ളത് CPM നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ BJP ഒന്നാം സ്ഥാനത്തേക്ക് എവിടെയെങ്കിലും എത്തുകയാണെങ്കിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്ന കാര്യം അടക്കം ഇടതുപക്ഷം നിരന്തരമായി ഉന്നയിക്കുന്ന ആരോപണവുമാണ്. അപകട ഭീഷണി, അപകടം എന്ന വാക്ക് ഞാൻ അങ്ങിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്, അല്ലാതെ BJP വരുമ്പോൾ അപകടമാണെന്ന് മാധു ആവർത്തിച്ചു എന്നൊന്നും പറഞ്ഞേക്കരുത്. ഓക്കെ, അപ്പോൾ അപകട ഭീഷണി കൂടുതൽ കോൺഗ്രസിനാണ് എന്ന് നേരത്തെ ശ്രീ ജയശങ്കർ അടക്കം പറഞ്ഞ കാര്യം അങ്ങ് ചിന്തിച്ചിട്ടുണ്ടാകും. വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകും BJP കൂടുതൽ ശക്തമാകുമ്പോൾ കോൺഗ്രസിന് എന്ന വിശകലനത്തെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? മധു, ഒരു അല്പം സമയം തന്നെ 3-4 കാര്യങ്ങൾക്ക് പറയാനുണ്ട്. ഒന്ന് ഞാൻ പ്രേംകുമാർ പറഞ്ഞ ഒരു അവസാനത്തെ ഒരു കാര്യത്തിൽ നിന്ന് പറയാം. തൃശ്ശൂരെ വിജയം കൊണ്ട് BJPയുടെ വിജയം കൊണ്ട് കോൺഗ്രസ് സമ്മാനിച്ച വിജയം എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ നിങ്ങൾ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് KC വേണുഗോപാൽ പരാജയപ്പെടുത്തിയോണ്ടല്ലേ? AM ആരിഫിന് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് വോട്ട് കിട്ടിയതിനേക്കാൾ 1 ലക്ഷത്തിൽ ചില്ലറ വോട്ട് കുറഞ്ഞല്ലോ. ആ വോട്ട് നിങ്ങൾ പറയുന്ന രീതിക്ക് ഇവിടെ നിന്ന് പോയാൽ അവിടെയാണ് എത്തേണ്ടതെങ്കിൽ അത് ശോഭാ സുരേന്ദ്രനല്ലേ കൂടിയത്. അപ്പോൾ KC വേണുഗോപാൽ എന്നുള്ളൊരു വ്യക്തിയാണല്ലോ ശോഭാ സുരേന്ദ്രനെ കൂടി വിജയിപ്പിക്കാനുള്ള രാഷ്ട്രീയം ഇല്ലാതെയാക്കിയത്. പിന്നെ പ്രേംകുമാർ ഈ കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടന്ന ചർച്ചകളും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ എടുത്തൊന്ന് വായിക്കണം. കണ്ണൂർ മുതൽ ആറന്മുള ആറ്റിങ്കൽ വരെ ഞങ്ങളുടെ വോട്ട് ബാങ്ക് മുഴുവൻ BJPയിലേക്ക് ഒലിച്ചുപോയി എന്ന് പ്രവർത്തന റിപ്പോർട്ട് എഴുതി വെച്ച പാർട്ടിയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതൊക്കെ വെറുതെ ഈ ചർച്ചയ്ക്ക് പറയാൻ വേണ്ടി പറയുന്നതിനപ്പുറമൊന്നും ഞങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഞാൻ അത് വെറുതെ ഒരു പാസിംഗ് കമൻറ്റോ അല്ലെങ്കിൽ ഇതുമായിട്ട് നടത്തിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് വോട്ട് ഷെയർ കൂടിയത് മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം, ത്രികോണ മത്സരത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ്. എങ്ങനെയാണ് 144 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 62 കോടി ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ 23 കോടി ജനങ്ങൾ വോട്ട് മാത്രം കിട്ടിയ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചത് എന്താ? ആ എതിർക്ക് നിൽക്കുന്ന വോട്ടുകളെ മുഴുവൻ ഇന്ത്യ യൂണിയനിലേക്ക്, ഇന്ത്യ സഖ്യത്തിലേക്ക് ആ വോട്ടുകളെ എത്തിക്കുക എന്നുള്ളതാണ്. അത് ശ്രമം ഒരു പരിധിവരെ വിജയിച്ചതുകൊണ്ടാണ് ഇന്ന് 240 ഇന്ന് നരേന്ദ്രമോദി ഇരിക്കുന്നത്. കേരളത്തിൽ ആ ത്രികോണ രാഷ്ട്രീയത്തിൻ്റെ മത്സരത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ ത്രികോണ മത്സരത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 2 പേരും ശത്രുക്കളാണെന്ന് തോന്നുമെങ്കിൽ പോലും അവർ ഒരുമിച്ച് നിന്നുകൊണ്ടൊരു കോമൺ ലക്ഷ്യത്തിന്, കോൺഗ്രസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളൊരു കോമൺ ലക്ഷ്യത്തിന് വേണ്ടി പോവുകയാണ്. നരേന്ദ്രമോദിയും പിണറായി വിജയനും അക്കാര്യത്തിലുള്ള ഒരേ അജണ്ടയാണ്. ഇപ്പോൾ പ്രേംകുമാർ ഇവിടെ പറഞ്ഞു ഇതിനുകൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ മതി. ഈ ത്രികോണ മത്സരത്തിന്റെ സാധ്യത എന്നതിൽ പോലും കോൺഗ്രസിലെ നേതാക്കൾക്ക് തമ്മിൽ ആശയ പ്രശ്നമില്ലേ? ഇപ്പൊ ചെന്നിത്തല ത്രികോണ മത്സരമുണ്ട് എന്ന് പറയുന്നത് പോലെ അല്ല കെ മുരളീധരൻ. ശരി, പറഞ്ഞോളൂ. ഇല്ല, അല്ല, ഒരാശയ പ്രശ്നമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. പിണറായി വിജയനെതിരെ ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന ജനവികാരം, ആ ജനവികാരം ഭിന്നിച്ചു പോയാൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുത്തുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ വോട്ടർമാർക്ക് കൊടുക്കുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അപകട ഭീഷണിയാണ്. നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ പിണറായി വിജയൻ എതിർക്കുന്നുണ്ടെങ്കിൽ അത് UDFന് ചെയ്താൽ മാത്രമേ പിണറായിയെ മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അപകട ഭീഷണിയാണ്. BJP മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ല, നമുക്കറിയാലോ, വളരെ കൃത്യമായിട്ട് നമുക്കറിയാലോ. പിന്നെ പ്രേംകുമാർ ഇവിടെ പറഞ്ഞു ഞാനിപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചും മറ്റൊന്ന് പറയും. ഇതൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം മാത്രം മാധുരോട് ചോദിക്കുന്നു. ഈ മാസപ്പടി വിവാദം ഉണ്ടായപ്പോൾ അതിന് തൊട്ടുപിറകെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് എറണാകുളത്തെ വിദ്യാഭ്യാസ കൺസൾട്ടൻസി സ്ഥാപനമായ സാന്റാ മോണിക്ക മുതൽ 10 കമ്പനികൾ ഈ പിണറായി വിജയൻ്റെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ കയ്യിൽ വിവരമുണ്ടെന്ന് പറഞ്ഞു. എറണാകുളത്തെ മാധ്യമപ്രവർത്തകരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഫോട്ടോ കാണിച്ചപ്പോൾ പ്രകാശ് ജാവ്ദേക്കറുടെ വാട്സാപ്പ് മെസ്സേജിൽ നിന്നാണ് അത് നോക്കി വായിച്ചത്. അന്നത്തെ മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞാണ് കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ മാധു, ഈ നിമിഷം വരെ ഈ രാജേഷ് ഉൾപ്പെടെ BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാർ ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ വിവരത്തെ സംബന്ധിച്ച് പിന്നീട് പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? സാന്റാ മോണിക്ക ഇവിടെ ഉണ്ടല്ലോ, ULCC ഇവിടെ ഉണ്ടല്ലോ, ഇവരെല്ലാം പൈസ കൊടുത്തുന്ന ആളായിരുന്നല്ലോ. എന്തേ അന്വേഷിക്കാത്തത്? എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾക്കെതിരെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് 2022 ജൂണിൽ വിധി പുറപ്പെടുവിച്ചിട്ടും 3 മാസം കേരളത്തിലെയും നാട്ടിലെയും ജനങ്ങൾ അതറിയാതെ പോയത് എങ്ങനെയാണ്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2021 ED ഇതേ വിഷയത്തിൽ പിണറായി വിജയനെതിരെ അന്വേഷണം നടത്തിയിട്ടും രാജേഷ് എന്തേ ഈ കഴിഞ്ഞ 3 വർഷം പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ED അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് നമ്മളോട് പറയാഞ്ഞത്?
പക്ഷേ എന്നെ ഈ രാജേഷ് പറയുന്ന ഞാൻ മൂന്നാം ഉദ്ദേശിക്കുന്നത് BJP യാണ്. മൂന്നാം മൂലം എന്തുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വി ഡി സതീശനടക്കം പ്രതിപക്ഷ നേതാക്കളാണ് എന്നൊരു പരിഹാസം കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ചുരുങ്ങിയ വാക്കുകൾ അതിനും കൂടി മറുപടി പറഞ്ഞാൽ എനിക്ക് ഇടവേള എടുക്കാം. അല്ല, അദ്ദേഹം പരിഹാസം അത് പറയുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസമാവില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ വാദം കുറെ കൂടി അംഗീകരിക്കണം. കഴിഞ്ഞ ഏകദേശം 15-20 വർഷമായിട്ട് BJP ശക്തിപ്പെടുത്തി വരുന്ന ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമാരെല്ലാം പിണറായിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിനകത്ത് വിജയിച്ചിട്ടുണ്ട് എന്ന് രാജേഷ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പരിഹാസത്തിന് മറുപടിയാവും. അല്ലെങ്കിൽ പറയണം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവരും കഴിവ് കെട്ടവരാണ്, ഒരെണ്ണത്തിനെ കൊണ്ട് കൊള്ളാത്തത് കൊണ്ട് ഇപ്പം മേളിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ടേക്ക് അയച്ചൊക്കെയാണ്. കുമ്മനം രാജേഷിനൊക്കെ വെറും വേസ്റ്റ് ആയിരുന്നു, ഒരു കാര്യവും നടന്നില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ടു, നടന്നില്ല. ഒന്നേ അങ്ങനെ വേണം. അല്ലെങ്കിൽ ഈ പരിഹാസത്തിന് പറയുന്നത് ഇതാണ്, ഞങ്ങൾ കഴിഞ്ഞ ഇത്രയും നാള് ഞങ്ങളുടെ പദ്ധതി സൂക്ഷിച്ചു ഉപയോഗിക്കണേ. അത് ഞങ്ങൾ നടത്തി. നേതാക്കന്മാരെയൊക്കെ നിങ്ങൾ കോൺഗ്രസിന്റെ മീറ്റിംഗിൽ പറയും പോലെ മറ്റുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് ഉപയോഗിക്കാൻ രാജേഷ് എന്നെ പഠിപ്പിക്കണ്ട. രാജേഷ് വാക്കെന്ന് ഉപയോഗിക്കാൻ എന്നെ പഠിപ്പിക്കണ്ട. പരാജയമായിരുന്നു നിങ്ങൾ അംഗീകരിച്ചപ്പോ നിങ്ങളുടെ ഭാഗത്ത് അല്ല ഞാൻ ഖണ്ഡിച്ചത്, നിങ്ങളുടെ ഭാഗത്തല്ലേ ഞാൻ ഖണ്ഡിച്ചത്. കുമ്മനശാരൻ നിങ്ങൾക്ക് വലുതായിരിക്കും, എനിക്കൊന്നുമല്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു വർഗീയവാദിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു വർഗീയവാദിയാണ്. ഞാൻ അങ്ങനെ നിങ്ങൾ എല്ലാവരും കാണുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങേക്ക് അദ്ദേഹം വലിയ ആളാണെങ്കിൽ നിങ്ങൾ പ്രശംസിച്ചോളൂ. താങ്കളെ പഠിപ്പിക്കാനുള്ള പ്ലാനൊന്നും എനിക്കില്ല, എന്റെ ജോലി അതുമല്ല. പിന്നെ ഞാൻ അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ചായാലും അങ്ങ് തിരിച്ചായാലും ഉപയോഗിക്കുമ്പോൾ ഒരു അലറൊന്നും വേണ്ട, താങ്കൾ തയ്യാറാവണ്ട.